ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ മടുപ്പിച്ചു എന്ന് വന്നേക്കാം. പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ഈ മടുപ്പായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉത്സാഹത്തോടെ ആയിരിക്കാം എന്ന് പലപ്പോഴും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ സദൃശവാക്യം 13 നിന്നാണ് ചിന്തിക്കുവാൻ പോകുന്നത്. ഒരു 2 വാക്യങ്ങൾ വായിക്കാം. 13:4. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. 13:11 പറയുന്നു, അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നതിനോ വർദ്ധിച്ചു വരും. ഇന്ന് ദൈവം അടിയനോട് ഇടപെട്ട ഈ 2 വാക്യങ്ങൾ കൂടി ഇടപെട്ട ഒരു കാര്യം, പിതാവ് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഒരു പർപ്പസ് ദൈവത്തിനുണ്ട്. എന്നാൽ ഈ ജീവിതം, ഈ ക്രിസ്തീയ ജീവിതം, ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എത്രത്തോളം ഉത്സാഹത്തോടെ നമ്മൾ ആയിരിക്കണം, എത്രത്തോളം അധ്വാനത്തോടുകൂടെ കർത്താവ് തന്നിരിക്കുന്ന ഡ്യൂട്ടീസ് ചെയ്യണം എന്നാണ് ഇന്ന് പിതാവ് ദൈവാടിയനോട് ഇടപെടുവാനും ഓർപ്പിക്കുവാനും ഇടയായത്. അതിന് പിതാവിന്, ദൈവത്തിന് അധ്വാനിക്കുന്നവരെയും ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഉത്സാഹത്തോടുകൂടി, എരിവോടുകൂടി. റോമർ 12:11 ഒരു വാക്യം പറയുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും പിതാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മടുത്തു പോകുവാൻ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങളൊക്കെ ദൈവത്തിൽ അകറ്റുവാൻ, മടുപ്പിക്കുവാനൊക്കെ വരുമ്പോൾ ഇന്ന് ഈ സമയം കർത്താവ് നമ്മളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും മടുത്തു പോകരുത്. ഉത്സാഹത്തോടുകൂടെ, ആത്മാവിൻ്റെ എരിവോടുകൂടെ തന്നെ കർത്താവിനെ സേവിക്കണമെന്ന് പറയുന്നു. കർത്താവിനെ അധ്വാനിക്കുന്നവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ 3 എക്സാമ്പിളുകൾ പറയാം. ഒന്ന്, പത്രോസ് യേശു കർത്താവ് ഗലീലയിലൊക്കെ പ്രസംഗിച്ചതിന് ശേഷം ഗന്നസരത്ത് തടാകത്തിലെത്തുമ്പോൾ പത്രോസ് രാത്രി മുഴുവൻ പത്രോസ് പറയുന്നുണ്ട്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്ന് പറയുന്നുണ്ട്. കർത്താവിന് അധ്വാനിക്കുന്നവരെ ഇഷ്ടമാണ്. പത്രോസിനെ അവിടെ വെച്ച് ഇതിന് ശേഷം അവിടെ കർത്താവ് അവനെ വിളിക്കുകയാണ് അനുഗമിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് അവിടെ ഇതിന് ശേഷം ശീമോനെ വിളിക്കുകയാണ്, പത്രോസിനെ വിളിക്കുകയാണ്. അപ്പോൾ ഉത്സാഹത്തോടെ രാത്രി മുഴുവൻ അധ്വാനിച്ചു അതിനു വേണ്ടി. അത് കഴിഞ്ഞ് പക്ഷേ പിതാവ് പറയുന്നു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറയുന്നു. ആമേൻ. അത് കഴിഞ്ഞ് പിന്നെ ഏലീശായെ കുറിച്ച് പറയുന്നുണ്ട്. ഏലിയാവിനോട് യഹോവ അരുളി ചെയ്യുന്നുണ്ട്, ഇന്നയിടത്ത് പോക, ഏലീശായെ കാണാൻ പോകാന്ന് പറയുമ്പോൾ അവിടെ കാണുന്നൊരു കാഴ്ചയുണ്ട്. അത് 1 രാജാക്കന്മാർ 15:20 നമുക്ക് കാണാൻ കഴിയും. 19 നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനെ ഏലീശായെ കണ്ടെത്തി. അവൻ 12 ഏർക്കാള പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോടുകൂടി താൻ തന്നെയായിരുന്നു. ആമേൻ. ഇതിനുശേഷം ഏലിയാവ് എലീശയുടെ മേൽ പുതപ്പിടുകയാണ്. അവിടെയും അടുത്തൊരു കോളിങ്ങിന് വേണ്ടിയാണ് അവിടെ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 12ാമത്തെ കാള ഏലീശയായിരുന്നു. അത്രത്തോളം അധ്വാനം അവിടെ ചെയ്യുന്നുണ്ട്. 3ാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സക്കായി ഒരു വലിയ ഡിസ്ട്രിക്ട് കളക്ടർ, ടാക്സ് കളക്ടറൊക്കെ ആയിരുന്നു. എന്നാൽ പോലും കർത്താവിനെ കാണാൻ വേണ്ടി അവൻ്റെ പൊസിഷൻസോ ഞാൻ ഇവിടേക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷെ കർത്താവിനെ കാണണമെന്ന് ആ ഉത്സാഹത്തോടു കൂടി, ആ എരിവോടുകൂടി അവൻ മലമേൽ കയറി കർത്താവിനെ കാണാൻ വേണ്ടി കയറി. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പിതാവ് ആഗ്രഹിക്കുന്നു ഉത്സാഹത്തോടു കൂടി അവൻ്റെ പാതയെ പിൻപറ്റുവാൻ. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ മടുപ്പിച്ചു എന്ന് വന്നേക്കാം. പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ഈ മടുപ്പായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉത്സാഹത്തോടെ ആയിരിക്കാം എന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോഴും പിതാവ് പറയുന്നു, വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വസിക്കുക. നീ ഉത്സാഹത്തോടു കൂടി എൻ്റെ സന്നിധിയിൽ കടന്നു വന്നു, ഉത്സാഹത്തോടു കൂടി എന്നെ അന്വേഷിച്ചാൽ, ദൈവം പറയുകയാണ്, ഉത്സാഹത്തോടു കൂടി പിതാവിൻ്റെ അടുക്കൽ വന്നാൽ ദൈവം ചില കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. അത് കർത്താവ് നമ്മൾ ഇങ്ങനെ ഇടപെടാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രവർത്തിക്കുവാൻ, അത് വെളിപ്പെടുത്തുവാൻ ഇടയാക്കണമെങ്കിൽ ഉത്സാഹത്തോടു കൂടി പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു വരാൻ, ഉത്സാഹത്തോടു കൂടി കർത്താവിനെ സേവിക്കുവാൻ അവൻ നമുക്ക് ഓരോരുത്തർക്കും പല മേഖലകൾ, പല ഡ്യൂട്ടീസ് നമുക്ക് തന്നിരിക്കാം. പഠന മേഖലകൾ, ജോലി മേഖലകൾ, പല മേഖലകളിൽ ദൈവത്തെ സെർവ് ചെയ്യാൻ പല
ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ടായിരിക്കാം. അതിലൊക്കെ അധ്വാനത്തോടു കൂടി തന്നെ പിതാവിൽ മാത്രം, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അധ്വാനത്തോടു കൂടി, അതിൽ വിശ്വസ്തയോടുകൂടി, താലന്ത് കൊടുത്തപ്പോൾ വിശ്വസ്തയോടുകൂടി അവിടെ യജമാനനെ സേവിച്ചതുപോലെ ഇന്ന് നമുക്കും ദൈവത്തെ സേവിക്കുവാൻ, ദൈവം തന്ന ഡ്യൂട്ടിയിൽ ഈ ജീവിതത്തിൽ ദൈവം എന്താഗ്രഹിക്കുന്നുവോ അത് വിശ്വസ്തയോടുകൂടി അധ്വാനത്തോടുകൂടി ചെയ്യുവാനും ആമേൻ, കർത്താവിനെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി സേവിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.